ചിലരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ആന കുത്തിയാലും അറിയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചാച്ചൻ്റെ അലാമിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാണ്ടല്ല എത്ര പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്ന ആളായാലും എണീറ്റ് പോകും. ഞാനൊക്കെ ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കും, അത് കഴിഞ്ഞാൽ അപ്പം തന്നെ മയങ്ങിപ്പോവും, അത് വേറെ കാര്യം. പക്ഷെ ഒരു ഞെട്ടലോട് കൂടിയായിരിക്കും എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നത്. കാരണം അത്രയും വൃത്തികെട്ട ഒരു അലാം സൗണ്ടാണ് കേട്ടോ അത്. എനിക്ക് തോന്നുന്നത് ചാച്ചനത് മനഃപൂർവ്വം ഇട്ടതാണ്. കാരണം രാവിലെ തന്നെ എണീക്കണമല്ലോ, നല്ല കാമായിട്ടുള്ള അലാം സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നും. ഇതാവുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റ് പോയാൽ മതി എന്ന് തോന്നുള്ളൂ. പതിവ് പോലെ തന്നെ ഡോൺ എൻ്റെ ഒപ്പം എണീറ്റ് പപ്പയുടെ കൂടെ ബുൾസയൊക്കെ കഴിച്ച് പപ്പയ്ക്ക് ബൈ പറഞ്ഞ് ഞങ്ങളൊരു ഉറക്കമൊക്കെ ഉറങ്ങി. വീണ്ടും എണീറ്റ് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമായിരുന്നു. ഇന്നത്തെ ദോശ കണ്ടിട്ട് ഞാൻ വീണ്ടും സന്തോഷവതിയായിട്ടോ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു സ്കേർട്ട് ഇടുന്നത്. അയ്യോ, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തോരം പാവാടിട്ടുകൊണ്ട് നടന്നിരുന്ന ആളാ. ഇപ്പം സ്കേർട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചമ്മൽ. അങ്ങനെ സ്കേർട്ടൊക്കെ ഇട്ട് പോയത് നമ്മുടെ ഏതപ്പനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തിരിച്ചു വന്നിട്ട് ഞാൻ ജിമ്മിലേക്ക് കയറ്റാണ് ഈ കാണുന്നത്. ചത്തില്ല എന്നുള്ളൂ, കാരണം ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് സ്റ്റെപ്പ് കയറി പോകേണ്ടി വന്നു. ഞങ്ങളുടെ ഫ്ലോറ് 5th ഈ ജിമ്മ് ഇരിക്കുന്ന ഫ്ലോർ അങ്ങ് 13 ആണ്. അതുവരേക്കും ഞാൻ അങ്ങ് സ്റ്റെപ്പ് കയറി അവിടെ ചെന്നപ്പോഴത്തേക്കും ചത്ത്. പിന്നെ ഞാനൊന്നും വേറെ ഒന്നും വലിയ അവിടെ ചെയ്യാൻ നിന്നില്ല. നേരെ അങ്ങ് ട്രെഡ്മില്ലിൽ കയറിയിട്ട് അങ്ങ് കുറച്ച് നേരം നടന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ ഒരു പിരി പോണ പോലെയൊക്കെ തോന്നി. കാരണം അത്രയും ശ്വാസം എടുത്തിട്ടാണ് ഞാൻ താഴേന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ അങ്ങ് കൂടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 40 മിനിറ്റ്സ് വരെയൊക്കെ പോയുള്ളൂ. ട്രെഡ്മില്ലും കഴിഞ്ഞ് ഞാൻ നേരെ താഴേക്ക് വന്നിട്ട് അവക്കാഡോ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് ഒരു അവക്കാഡോ ഫാനായി മാറിയിരിക്കുകയാണ്. മുമ്പ് എനിക്ക് ഈ സാധനം തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ടൈം ദുബായിലേക്ക് വന്നപ്പോൾ തുടങ്ങിയാണ് ഞാൻ ഈ അവക്കാഡോ ഷേക്ക് കുടിച്ചു തുടങ്ങിയതും അത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതും കേട്ടോ. സംഭവം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷേ അത് ഇഷ്ടപ്പെട്ട് കുടിച്ചു കഴിഞ്ഞാലേ നമുക്കത് ശരീരത്തിൽ എന്തെങ്കിലും കാണുള്ളൂ. അങ്ങനെ അതും അകത്താക്കി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരെ പോയി കുളിക്കാനായിട്ട്. കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഏതപ്പനെ കൊണ്ടുവരാറായിട്ടോ. എന്നാൽ പിന്നെ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യാം. കുറച്ച് പൗഡറും കുറച്ച് ക്രീമൊക്കെയാണ്, വലിയ പുട്ടിയൊന്നും ഇല്ല. എന്നിട്ട് ഇതേ തലയിൽ ഒരു ഇച്ചിരി സെറോം തേച്ചിട്ട് ഏതപ്പനെ കൊണ്ടുവരാൻ പോവാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ സംഭവം കിട്ടിയിട്ട് അതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇത് പൊക്കിപ്പിടിച്ച് വന്നതും. എളുപ്പപ്പണിക്ക് തുറക്കാലോ എന്ന് വിചാരിച്ചിട്ട് ക്ലിപ്പൊക്കെ എടുത്ത്, പക്ഷെ നടന്നില്ല. അവസാനം കത്തി തന്നെ വേണ്ടി വന്നു കേട്ടോ. തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ സാധനമല്ല, ചാച്ചൻ്റെ സാധനമായിരുന്നു. പോയി മൂഡ് പോയി. ഇനി എൻ്റെ ഓർഡർ ചെയ്ത സംഭവം എപ്പോൾ വരും എന്നുള്ള ആകുലതയിലായിരുന്നു ഞാൻ. അപ്പോഴത്തേക്കും ചാച്ചൻ വന്നിട്ട് പറഞ്ഞു ഞാൻ പോയി ഏതപ്പനെ കൊണ്ടുവന്നോളാന്നും പറഞ്ഞിട്ട് ചാച്ചനും ഡോണും കൂടി പോയി ഏതപ്പനെ കൊണ്ടുവന്നു കേട്ടോ. ഏതമ്മ വലിയ ഡിമാൻഡൊക്കെ കാണിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.